തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പാക്കാനുള്ള തിരക്കിലാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ. ആറന്മുള വിമാനത്താവളവും കസ്തൂരിരംഗൻ റിപ്പോർട്ടും മറ്റ് വികസന വിഷയങ്ങളിലുമെല്ലാം തങ്ങളുടേതായ മറുപടിയുമായിട്ടാണ് ഇവർ ജനങ്ങളെ സമീപിക്കുന്നത്. മണ്ഡലത്തിലെ ആദ്യ MP എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. പരമാവധി വികസനം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ തന്നെ ഏതാണ്ട് 600 കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് വിട്ടുവന്ന LDF സ്ഥാനാർത്ഥി പീലിപ്പോസ് തോമസിന്റെ പ്രധാന പ്രചരണ ആയുധം ആറന്മുള വിമാനത്താവള വിഷയം തന്നെ. കൂടാതെ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ MP-ക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 5 കൊല്ലം ഈ നിയോജകമണ്ഡലത്തിൻ്റെ അനുഭവം വളരെ മോശമാണ്. പാസ്പോർട്ട് എടുക്കാൻ ഇവിടെ സൗകര്യമില്ല, കൊല്ലത്ത് പോകണം. പാസ്പോർട്ട് എടുത്തെങ്കിലല്ലേ വിദേശത്ത് പോകാൻ പറ്റൂ. തിരുവല്ലയാണ് ഏക റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ എന്തുമാത്രം അവഗണിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം BJP സ്ഥാനാർത്ഥിയായ MT രമേശും ഇടത് ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായ S രാധാമണിയും സജീവമായി പ്രചരണ രംഗത്തുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് രംഗത്തെത്തിയതോടെ പത്തനംതിട്ട മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് സജീവമായിരിക്കുകയാണ്. പ്രാദേശിക വിഷയങ്ങൾ നിരവധിയുണ്ടെങ്കിലും ആറന്മുളയും കസ്തൂരിരംഗനുമായിരിക്കും പത്തനംതിട്ടയിലെ വിധി നിർണ്ണയിക്കുക. ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.